1. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 2. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മഹാരാഷ്ട്ര. 3. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. 4. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഉത്തരം ആന്തര അകക്കാമ്പ്. 5. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം കറുത്ത മണ്ണ്. 6. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. 7. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഇൽമനൈറ്റ്. 8. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. 9. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1951. 10. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഉത്തരം 2015. 11. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്ത്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ. 12. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന? മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന? ഉത്തരം ഓപ്പറേഷൻ ഡി ഹണ്ട്. 13. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏത്? ഉത്തരം ഭാരത രത്ന. 14. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. 15. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. 16. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം കാനഡ. 17. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം 4 വർഷം. 18. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി ആസാദി കാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ആസാദി കാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏത്? ആസാദി കാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യം പദ്ധതി ഏത്? ഉത്തരം മഹിളാ സാമാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 19. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത്? ഉത്തരം EEG. 20. ഒരു വസ്തുവിനെ സ്ഥാനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജം ഏത്? ഒരു വസ്തുവിനെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം സ്ഥിതികോർജം. 21. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം പ്രാഗ്യാൻ. 22. പോസ്കോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? പോസ്കോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം 2012.
23 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി 2022 വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 വ്യക്തി ആരാണ്? ഉത്തരം എസ് സ്വാമിനാഥൻ. 24 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 28. 25 സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നർമ്മദ. 26 കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഛത്തീസ്ഗഡ്. 27 നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ഹൈദരാബാദ്. 28 നറോറ ഊർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നറോറ ഊർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. 29 നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ബംഗാളി. 30 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ആനന്ദമഠം. 31 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2005. 33 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 34 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. 35 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 32. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. 36 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. 37 ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനു കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 38 കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം തിരുവിതാംകൂർ സർവകലാശാല. 39 കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കേളപ്പൻ. 40 വേദവികാരം നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 41 സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏത്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഇടനാട്. 42 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട തടാകം. ഇത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 43 ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഉത്തരം ചെമ്പഴന്തി. 43 ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഉത്തരം ചെമ്പഴന്തി. 44 കേരളത്തിലെ ദേശീയ ജലപാത ഉത്തരം NW3.
45 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഉത്തരം ഗൗരി പാർവതിബായി. 46 വൈക്കം സത്യാഗ്രഹ സമരത്തോടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 47 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം 1942. 48 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ലാഹോർ. 49 കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഉത്തരം 1957. 50 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. 51 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഉത്തരം മീററ്റ്. 52 കേരളത്തിന്റെ ദേശീയോത്സവം ഏത്? കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏത്? ഉത്തരം ഓണം. 53 വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തുലാവർഷം. 54 വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം അംശി നാരായണൻ പിള്ള. 55 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. 56 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. 57 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. ഉത്തരം 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. 1861 മാർച്ച് 12-നാണ് ഇത് തുറന്നു കൊടുത്തത്. 58 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു. 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 59 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. 60 സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1984. 61 ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മംഗൾയാൻ. 62 2024 ലോകത്തിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏത്? 2024 ലോകത്തിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏത്? ഉത്തരം ലാഹോർ. 63 തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം. തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം. ഉത്തരം 1398. 64 കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. 65 ഇസ്രായേൽ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന വർഷം. ഇസ്രായേൽ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇസ്രായേൽ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന വർഷം ദിവസം. ഉത്തരം 2025 ജനുവരി 19. 66 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം K അരവിന്ദാക്ഷൻ. 67 കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യയുടെ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ലെന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 91ാമത് ഭരണഘടനാ ഭേദഗതി. 68 മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്?
മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം കുവൈത്ത്. 69 തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജാ കേശവദാസൻ. 70 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം റാം മോഹൻ റോയ്. 71 ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം സൺ യാത് സെൻ. 72 കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. 73 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം N.A. പാൽക്കിവാല. 74 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റൂസോ. 75 ഏതു തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഏതു തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം ആയിലം തിരുനാൾ. 76 റഷ്യൻ വിപ്ലവം നടന്ന വർഷം? റഷ്യൻ വിപ്ലവം നടന്ന വർഷം? ഉത്തരം 1917. 77 കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. 78 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖം ഏത്? 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. 79 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം 1946 ഡിസംബർ 9. 80 ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം അമേരിക്ക. 81 ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. 82 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം 324 വകുപ്പ് 324. 83 21 നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 നിന്നും വോട്ടിംഗ് പ്രായം എന്നാണ് കേട്ടോ അവിടെ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 1989 61-ാം ഭേദഗതി. താങ്ക് യു.